ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 27 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സദുക്കായർ യേശുവിനെ ഉയിർത്തെഴുന്നേൽപ്പ് എന്നതിനെപ്പറ്റിയുള്ള ഒരു സാങ്കല്പിക ചോദ്യത്തിലൂടെ കുടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിക്കുക. അവർ വിവാഹമെന്ന ഭൗമിക സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചാണ് സംസാരിച്ചതും. എന്നാൽ യേശു അവരുടെ പരിമിതമായ കാഴ്ചപ്പാടിനെ തിരുത്തുകയാണ് ചെയ്യുന്നത്. വരാനിരിക്കുന്ന ജീവിതം നമ്മുടെ നിലവിലെ മനുഷ്യ ക്രമീകരണങ്ങൾക്ക് അപ്പുറമാണെന്ന് അവിടുന്ന് വിശദീകരിച്ചു. ആ ഉയർത്തെഴുന്നേറ്റ അവസ്ഥയിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ലോകത്തിലെ താൽക്കാലികമായ കാര്യങ്ങൾക്കപ്പുറമുള്ള നശിക്കാത്ത ഒരു അസ്തിത്വമാണ് അത്. മോശയോടുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിലേക്ക് വിരൽ ചൂണ്ടി യേശു അവരുടെ സംശയങ്ങളെ തകർത്ത് കളയുന്നു. ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഈ ഗോത്രപിതാക്കന്മാർ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞിട്ട് കാലങ്ങളേറെയായിട്ടും ദൈവം അവരെക്കുറിച്ച് വർത്തമാനകാലത്തിലാണ് സംസാരിക്കുന്നത്. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തേക്ക് എല്ലാവരും ജീവനുള്ളവരാണ് എന്ന അടിസ്ഥാന സത്യത്തിലേക്ക് ഇത് നമ്മെ നയിക്കുന്നു. സഹോദരങ്ങളെ, ഈ വായന നമ്മുടെ താൽക്കാലികമായ ഭൗമികമായ ഉത്കണ്ഠകൾക്കപ്പുറം നോക്കുവാനും നിത്യമായ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ കണ്ണുറപ്പിക്കുവാനും നമ്മെ വെല്ലുവിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം നമ്മളെ ആനയിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ജീവിതം ഒരു വലിയ യാഥാർത്ഥ്യത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെന്ന നമ്മുടെ പദവി, മനോഹരമായ പദവി, പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നൊരു യാഥാർത്ഥ്യം ഇന്ന് വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ, നാം കുരിശിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ, വചന ധ്യാനത്തിലായിരിക്കുമ്പോൾ, ഉയർത്തെഴുന്നേൽപ്പിലും വിശുദ്ധരുടെ ഐക്യത്തിലും നമുക്കുള്ള വിശ്വാസം നാം ശക്തിപ്പെടുത്തണം. ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ കേവലം ഓർമ്മകൾ മാത്രമല്ല, ജീവനുള്ളവരുടെ ദൈവത്തിന് മുന്നിൽ സജീവമായി ജീവിക്കുന്നവരാണെന്ന് നാം വിശ്വസിക്കണം. ഈ നവംബർ മാസത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. ഈ ഉറപ്പിൻ്റെ പ്രത്യാശ നമ്മെ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. അത് നമ്മുടെ ദൈവിക ദത്തെടുക്കലിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനും അവിടുത്തെ സന്നിധിയിലെ ജീവൻ്റെ പൂർണ്ണതയ്ക്കായി നമ്മെ ഒരുക്കുവാനും പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.